അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. റജബിലാണ് നമ്മളുള്ളത്. ഹബീബായ മുത്തു നിബിതങ്ങൾ അള്ളാഹു താല തെന്നിലേക്ക് ചേർത്ത് പിടിച്ച് കൂടിക്കാഴ്ച നടത്തി ഏറ്റവും അടുപ്പിച്ചത് റജബിലാണല്ലോ. ഇസ്രാ മീറാജ് ഉണ്ടായത് ഈ മാസമാണല്ലോ. റമദാനിലേക്ക് നമ്മൾ അടുക്കുകയാണ്. അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കേണ്ട നിർണായക ദിവസങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറഞ്ഞല്ലോ സൂറത്തു നജ്മിൽ, "സുമ്മ ദനാ ഫതദല്ലാ." മുത്തുനബിതങ്ങൾ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തു എന്ന്. നമ്മുടെ റബ്ബിലേക്ക് പാഞ്ഞെടുക്കണം. സൂറത്ത് ദാരിയാത്ത് 50-ാമത്തെ ആയത്ത് അള്ളാഹ് പറഞ്ഞത്, ഫഫിറൂ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് നിങ്ങൾ പാഞ്ഞടിക്കുമെന്നാണ്. നബിതങ്ങൾ അള്ളാഹു താല തന്നെ പറഞ്ഞല്ലോ, വൈനത്താനി യംശി അതൈതുഹു ഹർവലാ, എന്നിലേക്ക് എൻ്റെ അടിമ പതുക്കെ നടന്നു വന്നാൽ മതി, ഞാൻ അവനിലേക്ക് പാഞ്ഞെടുക്കും എന്ന്. ഒരു ഉമ്മ തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിളം പൈതലിലേക്ക് പതുക്കെ നടന്നു വരുമ്പോൾ ആ കുട്ടി ആവേശത്തോടെ ഉമ്മയുടെ മാറിടത്തിലേക്ക് മടിത്തട്ടിലേക്ക് ഓടിച്ചെന്ന് പാഞ്ഞെടുക്കുന്ന പോലെ റബ്ബ് അടിമയിലേക്ക് പാഞ്ഞെടുക്കും. പക്ഷെ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ തയ്യാറാവണം. അള്ളാഹ് നമ്മുടെ തൊട്ടടുത്തുണ്ട്. ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, വനഹനു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അടിമയുടെ കണ്ടനാടിയേക്കാൾ അവനിലേക്ക് ഏറ്റവും അടുത്തതാണ് ഞാൻ. വൈദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ്, ഞാൻ നിങ്ങളെ തൊട്ടടുത്തുണ്ട്. മേറാജിന് അള്ളാഹുവിലേക്ക് അടുത്തു, ആകാശത്തേക്ക് പോയി എന്ന് പറഞ്ഞാല് ആകാശത്താണ് അള്ളാഹ് എന്നല്ല, അല്ല, ആകാശം ഉണ്ടാണതിന് മുമ്പേ അള്ളാഹ് ഉണ്ടല്ലോ. അള്ളാഹ്ക്ക് സ്ഥലവും കാലമൊന്നുമില്ല. സ്ഥലം ഉണ്ടാണതിന് മുമ്പ് തന്നെ അള്ളാഹ് ഉണ്ട്. സൂര്യനും ചന്ദ്രനും ഉണ്ടാവുമ്പോഴല്ലേ കാലം ഉണ്ടാവുക. സൂര്യനും ചന്ദ്രനും മുമ്പേ അള്ളാഹ് ഉണ്ട്. അപ്പൊ സ്ഥലകാലങ്ങൾക്ക് അതീതനാണ് അള്ളാഹു താല. അങ്ങനത്തെ റബ്ബിലേക്ക് എങ്ങനെ അടുക്കും? സഹോദരങ്ങളെ, നമുക്ക് സ്വന്തമായി നിലനിൽപ്പ് പോലും ഇല്ലല്ലോ. നമ്മുടെ ഉണ്മയും നമ്മുടെ ഈ നിലനിൽപ്പും അള്ളാഹുവിനെ കൊണ്ടാണ്. സ്വയം നിലനിൽപ്പ് അള്ളാഹ്ക്കല്ലേ ഉള്ളൂ. അതല്ലേ യാ ഹയ്യോ യാ കയ്യൂം. ഇത് നമുക്ക് ബോധ്യപ്പെടുക. നമ്മുടെ കാഴ്ചയും കേൾവിയും സംസാരവും അറിവും ഒക്കെ റബ്ബിൽ നിന്നാണെന്ന് ബോധ്യപ്പെടുമ്പോൾ നമ്മൾ ഒന്നുമില്ല, നമ്മൾ വട്ടപൂജ്യമാണ്. നമ്മുടെ അഹങ്കാരങ്ങളൊക്കെ തകർന്ന് തരിപ്പണമാകും. എല്ലാം അള്ളാഹുവിന് വിട്ടുകൊടുക്കുക. നമ്മൾ അള്ളാഹുവിന് സമർപ്പിക്കപ്പെട്ടവരായി മാറുക. നിസ്കാരവും നോമ്പും ദിക്റും ഖുർആനോത്തും അതിനേക്കാൾ അധികം ആദ്യം നമുക്കുണ്ടാവേണ്ടത് റബ്ബിനോടുള്ള മഹബത്ത്, അള്ളാഹുവിൻ്റെ വിധിയിലുള്ള സംതൃപ്തിയാണ്. അള്ളാഹു നമുക്ക് എന്ത് വിധിച്ചാലും റദീനാ ബില്ലാഹി റബ്ബാ, അള്ളാഹുവിൻ്റെ റബ്ബായി തൃപ്തിപ്പെടുക. ഒരു ചെറിയ കുട്ടി രണ്ട് തലയും മൂർച്ചയുള്ള ബ്ലേഡിന് കരയുമ്പോൾ ആ ബ്ലേഡിൻ്റെ ഭംഗിയും അതിൻ്റെ മനോഹരതയും കണ്ടിട്ട് അത് എനിക്ക് വേണമെന്ന് കുഞ്ഞ് കരഞ്ഞുമ്പോൾ ഉമ്മ അല്ലെങ്കിൽ ഉപ്പച്ചി കുട്ടിക്ക് ബ്ലേഡ് കൊടുക്കൂല. അത് കുട്ടിക്ക് അപകടമാണെന്ന് അറിയാം. അതുകൊണ്ടാണ് കുട്ടി കരുതും, എന്തിനാണ് എൻ്റെ ഉമ്മയും ഇപ്പയും ചോദിച്ചത് തരാത്തത് എന്ന്. നമ്മൾ റബ്ബിനോട് കരയും, ആരോഗ്യത്തിന് വേണ്ടിയോ മക്കൾക്ക് വേണ്ടിയോ സ്വത്തിന് വേണ്ടിയോ എന്തിനു വേണ്ടിയും. പക്ഷെ റബ്ബ് നമുക്കത് തടഞ്ഞു വെക്കുന്നത് അള്ളാഹ് കണ്ടൊരു ഹൈറനായിരിക്കാം എന്ന് മനസ്സിലാക്കി റബ്ബിൻ്റെ വിധികൾ തൃപ്തിപ്പെട്ട് ഇഷ്ടം ഉണ്ടാക്കുക, അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടിയെടുക്കുക. റബ്ബിൻ്റെ മഹബത്ത് ഉണ്ടെങ്കിൽ ഒരുപാട് ഇബാദത്തുകളൊന്നും സുന്നത്തുകൾ ധാരാളം ഇല്ലെങ്കിലും അള്ളാഹ് നമ്മളെ സ്വീകരിക്കും. ഒരു വലിയ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ ഒരു ഫയല് ശരിയാക്കണമെങ്കിൽ ഒരുപക്ഷെ 10,000-ങ്ങളും ലക്ഷങ്ങളും അയാൾക്ക് കൈക്കൂലി കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ലക്ഷങ്ങൾ വേണ്ടി വരും. ഇന്ന് ലോകത്ത് നടക്കണതല്ലേ. പക്ഷെ ആ ഉദ്യോഗസ്ഥന്റെ കാമുകിക്ക് വേണ്ടിയാണ് ഫയല് ശരിയാക്കണമെങ്കിലോ 5 പൈസ പോലും കൊടുക്കണ്ട, 5 പൈസ വേണ്ട, ഒക്കെ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കും. കാരണം അത് സ്നേഹമാണ്, ഇഷ്ടമാണ്. ഈ ഇഷ്ടത്തിനാണ് ഇവിടെ പ്രാധാന്യമുള്ളത്. റബ്ബിൻ്റെ ഇഷ്ടം നമ്മൾ നേടിയെടുക്കുക. നമുക്ക് അള്ളാഹിനോട് ഇഷ്ടം ഉണ്ടായാൽ പോലെ അള്ളാഹ്ക്ക് നമ്മളോടും കൂടി ഇഷ്ടം വേണം. ആരാധനകൾ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ വിധികൾ തൃപ്തി അടയുന്ന മനസ്സ് നമുക്കുണ്ടാവുക. ഏറ്റവും വലിയ മഹബത്ത് മുത്തുനിബിതങ്ങളും റബ്ബും കണ്ടുമുട്ടിയ കാഴ്ച ഈ റജബിലാണ്. ഈ റജബിലാണ് നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കേണ്ട സമയം. ഏത് സമയവും നമ്മൾ അള്ളാഹുവിലേക്ക് പാഞ്ഞെടുക്കുക. ഏത് സ്നേഹത്തിനും പങ്കുവെക്കാൻ കഴിയും. ഭാര്യയോടുള്ള സ്നേഹം 2 പെണ്ണെട്ട, 3 പെണ്ണും 4 പെണ്ണ് വരെ കെട്ട ആ സ്നേഹങ്ങളൊക്കെ പങ്കുവെക്കപ്പെടാനുള്ളതാണ്. പക്ഷെ റബ്ബിൻ്റെ അവിടെ ഒറ്റ പെണ്ണ് മാത്രം കിട്ടുക, ലാ ഇലാഹ ഇല്ലല്ലാ, അള്ളാഹു മാത്രമേ എനിക്ക് ഇലാഹായിട്ടുള്ളൂ. ആ സ്നേഹത്തിൽ അവിടെ ശിർക്കില്ല, അവിടെ പങ്ക് ചേർക്കലില്ല. ലോകത്തെ ഏറ്റവും വലിയ സ്നേഹം, പ്രേമം എന്നൊക്കെ പറഞ്ഞാൽ ഭാര്യയോടും കാമുകിയോടും അതൊക്കെ തന്നെ പങ്കുവെക്കാൻ സാധിക്കും. അതിനാണ് 2ഉം 3ഉം കെട്ടാൻ വരെ പറ്റുമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ആത്മീയമായി ചിന്തിക്കുമ്പോൾ റബ്ബിൻ്റെ സ്നേഹം പങ്കുവെക്കുന്ന സംഗതിയല്ല. ശിർക്ക് പൊറുക്കനല്ല. നമ്മൾ പറയും നാം പാതി ദൈവം പാതി, ഒരർത്ഥത്തിൽ അത് ശിർക്കല്ലേ. ഇവിടെ നമ്മൾ പകുതി ഇല്ല, എല്ലാം അള്ളാഹുവിൽ നിന്നാണ്. നാം ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുക, അതിൻ്റെ കഴിവും കുതിർത്തും ഒക്കെ റബ്ബിൽ നിന്നാണ്. ഏതാവട്ടെ, ഈ ഒരു സന്ദേശം റജബിൽ നൽകാൻ കാരണം റബ്ബിലേക്ക് അള്ളാഹു താല നബിയെ കൂട്ടിച്ചേർത്തത്, റബ്ബിലേക്ക് മുത്തുനബിന് അടുത്തത് ഈ റജബിലാണ്. നമുക്ക് മേറാജിൻ്റെയും ഇസ്രായിൻ്റെയും സന്ദേശം നൽകുന്നത് അള്ളാഹുവിലേക്ക് നിങ്ങൾ പാഞ്ഞെടുക്കുക. ഫഫിറോ ഇലല്ലാ. പ്രിയപ്പെട്ടവരെ, ഓരോ നിമിഷങ്ങളും
നമ്മുടെ ഓരോ ഈ ദുഞ്ഞാവിലെ നിലനിൽപ്പിൻ്റെ സെക്കൻഡുകളും റബ്ബിനെ കൊണ്ടാണെന്ന് ഓർത്തുകൊണ്ട് ആക്കിര്യങ്ങളായി മനസ്സിനെ ഓർമ്മയുമായി കഴിഞ്ഞുകൂടാ. ഇസ്രാ മിറാജിൻ്റെയും സന്ദേശം റബ്ബിലേക്ക് അടുക്കുന്ന സന്ദേശമാണ്. റമദാനിലേക്ക് നമ്മൾ ഒരുങ്ങി തയ്യാറാവുക. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. നമുക്കൊന്നുമില്ലല്ലോ, എല്ലാം അള്ളാഹുവിൽ നിന്നാണെന്ന് മനസ്സിലാക്കി ഷാക്കിര്യങ്ങളായി കഴിഞ്ഞുകൂടാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.